വലിയൊരബദ്ധം നമ്മളിവിടെ തിരുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനനായ ഖുത്ബുസ്സമാൻ മൗലദ് ദബീല സയ്യിദ് അലവി തങ്ങൾ ഒരിക്കലും മഹാനരായ ഷാ തങ്ങളെ കുറിച്ചോ കൊണ്ടോട്ടി മഹാന്മാരെ കുറിച്ചോ അങ്ങനെ ഒരു ഫത്വ കൊടുത്തതായി ചരിത്രത്തിൽ എവിടെയും ആധികാരിക രേഖയില്ല. എന്നല്ല, രേഖ എന്തിനാള്? മമ്പുറത്തങ്ങളുടെ പ്രധാന മുരീദായിരുന്ന വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കൊണ്ടോട്ടി കുബ്ബയിൽ വന്ന് ദിവസങ്ങളോളം താമസിച്ച് ഇത് ശരിയാണെന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്. അത് മഹാനായ മോയിൻകുട്ടി വൈദ്യർ അവരുടെ കറാമത്ത് മാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ തെളിവ് പറയേണ്ടത്. മോയിൻകുട്ടി വൈദ്യർ നിങ്ങൾക്ക് പറ്റുമോ? പോലെ സിയാർത്ത് നേരത്തെ അൻവരി സാഹിബ് പറഞ്ഞ പോലെ ബുഖാരി സമ്മേളനം തുടങ്ങുമ്പോൾ മുരീദിനെ സിയാർത്ത് ചെയ്യാൻ ഷെയ്ഖ് പേച്ചവും. എങ്ങനെയുണ്ട് അവസ്ഥ? ഇപ്പം എൻ്റെ ഒരാൾ വരിക, നിങ്ങൾ വളരെ ഉഷാറാട്ടോ, നിങ്ങളെ ഷെയ്ഖ് ശരിയില്ല. ഷെയ്ഖ് ശരിയില്ലെങ്കിൽ ആകെ ഞാൻ ആദ്യം ശരിയാവാതെക്കൂലേ? മോയിൻകുട്ടി വൈദ്യർ ഒരു വരി ബദർ ഖിസ്സ എഴുതുന്നുണ്ടെങ്കിൽ അത് മുഹമ്മദ് ഷാ തങ്ങളുടെയും ഇഷ്തിയാഖ് ഷാ തങ്ങളുടെയും ബറക്കത്തിൽ നിന്ന് മദദിൽ നിന്ന് എഴുതുന്നതാ. അത് എഴുതിയിട്ട് ഇങ്ങനെ സാഹിത്യോത്സവില് പാട്ടും പാടി ടോഫും വാങ്ങി പോകുമ്പോ ഈ എഴുതിയ ആള് ബോറാ മുസ്ലിങ്ങളിൽപ്പെട്ട ആളാന്ന് വിശ്വസിച്ചിട്ട് ആ പാട്ട് നിർത്തലാക്കാൻ SSF ധൈര്യമുണ്ടോ? അടുത്ത സാഹിത്യോത്സവം മുതൽ മോയിൻകുട്ടി വൈദ്യരെ ഒറ്റപ്പാട്ടും സ്വീകരിക്കൂല തീരുമാനമെടുക്ക്. അപ്പൊ ഞങ്ങൾ ഇച്ഛമസ്ഥാനം കൊണ്ടുവരും. എന്തായാലും നിങ്ങൾക്ക് പറ്റൂല. പാട്ടുമസ്ഥാനൊക്കെ പിന്നെ വരുന്നല്ലേ. നിങ്ങളുടെ കഷ്ടക്കാലം തുടങ്ങിയിട്ടുണ്ട്. അതാ പറഞ്ഞ, നിങ്ങളെ പലരെ കുറിച്ചും തീരുമാനമെടുക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തീരുമാനം അസ്ഹാബുൽ വക്തുകളായ മശായിഖന്മാര് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ലുഹൂറാണിവിടെ. ഇത്ര കാലവും കൊണ്ടോട്ടി തങ്ങന്മാർക്കെതിരിൽ രംഗത്ത് വന്ന മൗലവിമാരെ ഇന്ന് ഞങ്ങൾ നിങ്ങളെ ജനകീയ വിചാരണ ചെയ്യുകയാണ്. മമ്പുറം തങ്ങൾ എവിടെ പറഞ്ഞു?